ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 19ാമത്തെ പാഠമാണ്. 1.5 മിനിറ്റ് ക്ലാസ്സാണ്. നമ്മുടെ ഇതിൽ എനിക്ക് എത്രമാത്രം കാര്യങ്ങൾ പറയാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും അവിടെ വരെ എത്തിയില്ല. അപ്പോൾ എന്തായാലും 95-ലാണ് അമ്മയെ പരിചയപ്പെടുന്നത്, അല്ലെ അമ്മയെക്കുറിച്ച് അറിയുന്നത്. അയ്യപ്പൻ ചേട്ടനാണ് അതിന് കാരണം. അതിനുശേഷം 96-ൽ അമ്മയെ ഞാൻ ദർശിച്ചു. ഈ അമ്മയെ എന്ന് ഞാൻ ഗുരുവായിട്ട് മനസ്സിൽ സ്വീകരിച്ചു. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ഒന്നൊന്നായി തുടങ്ങിയെന്നുള്ളത്. അതുവരെ എൻ്റെ ജീവിതം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു, വളരെ പരിതാപകരമായ അവസ്ഥയിൽ. സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും എൻ്റെ ജീവിതം വളരെ ജീവിതം ഒരു കോഞ്ഞാട്ടയായെന്ന് പറഞ്ഞാൽ മതി. എല്ലാം നശിച്ചു പോയൊരവസ്ഥയിലായിരുന്നു. അമ്മയെന്ന് മനസ്സിൽ ഗുരുവായിട്ട് സ്വീകരിച്ചു. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിന് മാറ്റം തുടങ്ങി. ആ വർഷമാണ് എനിക്ക് അഡ്മിഷൻ കിട്ടി, വീടിന് അഡ്മിഷൻ കിട്ടി. അതുപോലെ തന്നെ ഒരു വീട് വാങ്ങിച്ചു. പിന്നീട് അയ്യപ്പൻ ചേട്ടനായിട്ടുള്ള വിവാഹം നടന്നു. 2 മക്കളുണ്ടായി. ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി കിട്ടി. അങ്ങനെ എന്തെല്ലാം വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം നടന്നു. 2004 ആയപ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കാത്ത ഒരൊറ്റ കാര്യമില്ലായിരുന്നു. പിന്നീട് എൻ്റെ മനസ്സ് എന്നോട് ഞാൻ ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, ഇനി ഭഗവാനല്ലേ ഇതെല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ സഹായിച്ചതെന്ന്. അപ്പോൾ ഇനി ഭഗവാന്റെ വഴി തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് 2004 ഞാൻ സമയമില്ലാഞ്ഞിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച നോക്കി ഞാൻ വ്രതവും ധ്യാനവും ജപവും ഒക്കെ ആയിട്ട് കഴിയുമായിരുന്നു. അപ്പോൾ മക്കളുണ്ട്. മൂത്ത മോനൊന്ന് വലിയ കുട്ടിയാണ്. 2ാമത്തെ മോൻ 5 വയസ്സ്, മോൾക്ക് 2 വയസ്സേ ഉള്ളൂ. അവരെയും കൂട്ടിയാണ് ഞാൻ പിന്നീട് ചെറുപ്പത്തിൽ പഠിച്ച കീർത്തനങ്ങളെല്ലാം വീണ്ടും ആലപിക്കുകയും ഭക്തിമാർഗത്തിലേക്ക് 2004-ലാണ് വീണ്ടും ശീലായപ്പൻ്റെ പ്രണാമം. വിഷ്ണുയോഗയുടെ 20ാമത്തെ പാഠമാണ്. കഴിഞ്ഞ പാഠങ്ങളിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയാണ് പരിചയപ്പെടുത്തിയത്. 12 ഗുരുക്കന്മാരെ ഞാൻ പരിചയപ്പെടുത്തി. മൊത്തം 13 ഗുരുക്കന്മാരാണുള്ളത്. അവസാനം പരിചയപ്പെടുത്തിയത് 9ാമത്തെ ഗുരുവായ ശ്രീ അമൃതാനന്ദമയി അമ്മയാണ്. അമ്മയെ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം ഉയർച്ചയുണ്ടാകുന്ന. നഷ്ടപ്പെട്ടതെല്ലാം ഏകദേശം എല്ലാം എനിക്ക് തിരിച്ച് പിടിക്കാൻ ഉള്ള അവസരം അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായി. പിന്നെ 2004 ഞാൻ പറഞ്ഞു, ഞാൻ ആത്മീയതയിലോട്ട് ഇറങ്ങി സ്പിരിച്വൽ വേൾഡിലേക്ക് ഇറങ്ങാനുണ്ടായത്. അപ്പോൾ ഈ 12 ഗുരുക്കന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയെങ്കിലും ഇവർക്കാർക്കും തന്നെ എന്നെ അറിയില്ല. ഇവരെ എല്ലാം ഗുരുക്കന്മാരായിട്ട് ഞാൻ സ്വയം സ്വീകരിച്ചതാണ്. അതിന് എല്ലാത്തിനും സ്വീകരിക്കാൻ പ്രേരകമായ ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ മാത്രമല്ല എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതാണ് സാക്ഷാൽ പ്രപഞ്ചനാഥനായ നാരായണന്. ഒരു ഗുരുവില്ലാതെ നമുക്ക് ഒരിക്കലും ഈശ്വരനെ കണ്ടെത്താൻ സാധ്യമല്ല. കാരണം ഞാനും മറ്റുള്ളവരെ പോലെ ദൈവം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ ആയിരിക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അമൃതാനന്ദമയി അമ്മയുടെ ക്ലാസ്സുകളിലും അമ്മയുടെ പുസ്തകങ്ങളിൽ പറയാം, മക്കളെ ഭഗവാൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്ന് അമ്മ പറയുമ്പോൾ എനിക്ക് അന്നേരം തോന്നുന്നത്, എന്താ ഈ അമ്മയ്ക്ക് വട്ടാണോ, നമ്മുടെ ഉള്ളിലാണോ ഭഗവാൻ ഇരിക്കുന്നത്? അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഞാനത് സത്യമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എല്ലാ അറിവുകളും എനിക്ക് പകർന്നു തന്ന ഭഗവാൻ നാരായണൻ തന്നെയാണ് എൻ്റെ 13ാമത്തെ ഗുരു. അതിനെയാണ് ഞാൻ വിശ്വഗുരു എന്ന് വിളിക്കുന്നത്. എനിക്ക് വേണ്ടുന്ന എല്ലാ അറിവുകളും ഇത്രയും കാലവും പറഞ്ഞു തന്ന എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. അല്ലാതെ ഒന്നും ഞാൻ പുറത്തുനിന്ന്